എങ്ങനെ ഫ്രീ റീചാർജ് നേടാം? എപ്പോഴും എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണത്. ഫേസ്ബുക്കിലുള്ളവർ പ്രത്യേകിച്ച്. നമുക്ക് ആൻഡ്രോയിഡിലെ പല ആപ്ലിക്കേഷനുകളും ഇൻസ്റ്റാൾ ചെയ്താൽ, അതായത് മെസ്സേജിങ് ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്താൽ ഫ്രീ ആയിട്ട് റീചാർജ് നേടാൻ സാധിക്കും. പക്ഷേ ഒട്ടുമിക്കർക്കും ഇത് വിശ്വാസമല്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഫേക്ക് ന്യൂസ് എന്നായിരിക്കും പറയുക. എന്നാൽ എങ്ങനെ നേടാം എന്നാണ് ഇത് കാണിച്ചിരുന്നത്. ലെയിൻ എന്നൊരു ആപ്ലിക്കേഷനെ പറ്റി കേട്ടിട്ടുണ്ടാവും. വാട്സാപ്പ് പോലത്തെ ഒരു മെസ്സേജിങ് സംവിധാനമാണ് ആൻഡ്രോയിഡിന് വേണ്ടിയിട്ടുള്ളത്. ഇവർ സെപ്റ്റംബർ 18 വരെ നമുക്ക് ഡെയിലി 5 രൂപ വീതം ഫ്രീ റീചാർജ് നൽകുന്നുണ്ട്. ഇത് എങ്ങനെ നേടേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ലെയിൻ എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അതിന് ഡൗൺലോഡ് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇന്ത്യൻ യൂസേഴ്സിന് മാത്രമേ കിട്ടുകയുള്ളൂ. അവർക്ക് മാത്രമേ ഫ്രീ റീചാർജ് ഉള്ളൂ. ലെയിൻ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുക. അക്കൗണ്ട് ഉണ്ടാക്കിയതിന് ശേഷം ഒരു ഗ്രൂപ്പ് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിലവിലുള്ള ഒരു ഗ്രൂപ്പിൽ പുതിയതായിട്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മിനിമം 3 അംഗങ്ങൾ ഉണ്ടായിരിക്കണം. ഇതാണ് ഇപ്പോൾ കേരള എന്ന് കാണുന്ന ഒരു ഗ്രൂപ്പാണ്. നമ്മൾ ആ ഗ്രൂപ്പിൽ കയറിയിട്ട് ഒരു സ്റ്റിക്കർ ദിവസം അയക്കുക. സ്റ്റിക്കർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ മെസ്സേജിങ്ങിൽ നമ്മൾ അയച്ചിട്ടുണ്ടാവും, ശ്രദ്ധിക്കുക. ഇതാണ് സ്റ്റിക്കർ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു സ്റ്റിക്കർ വെറുതെ അയക്കുക. ഇങ്ങനെ ഒരു ദിവസം ഒരു സ്റ്റിക്കർ അയച്ചാൽ പിറ്റേ ദിവസത്തേക്ക് 5 രൂപ നിങ്ങളുടെ ലൈൻ അക്കൗണ്ടിൽ കാണിക്കും. അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്ക് എടുത്തതിന് ശേഷം ദി ഫ്രണ്ട്സ് എന്നതിൽ സെലക്ട് ചെയ്യുക. ഫ്രണ്ട്സ് എന്നതിൽ സെലക്ട് ചെയ്യുമ്പോൾ വേണ്ട, അടിയിൽ 4 പോയിൻറ്റ്സ് ടു ഗോ എന്ന് കാണിക്കും. അതായത് 5 ദിവസം കൂടുമ്പോൾ നമുക്ക് 30 രൂപ റീചാർജ് നമുക്ക് നമ്മുടെ മൊബൈലിലേക്ക് നേടാൻ സാധിക്കും. നോക്കാം, ഇതിൽ നമുക്കൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം. നോക്കാം, ഇപ്പം എനിക്ക് 30 രൂപ, അതായത് ടിക്കറ്റായി കിടക്കുന്ന ശ്രദ്ധിച്ചാൽ 5 ദിവസം കാണുമ്പോൾ നമുക്ക് 30 രൂപ ആണ് നമുക്ക് റീചാർജ് ചെയ്യാൻ സാധിക്കുന്നത്. അങ്ങനെ ഏകദേശം 120 രൂപയോളം വരെ നമുക്ക് നേടാൻ സാധിക്കും. സെപ്റ്റംബർ 18 വരെയാണ് വാലിഡിറ്റി. വൈകി പോയവർക്ക് അത്രയും കുറവേ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ 30 എന്നത് ആക്റ്റീവ് ആയാൽ നമുക്ക് റീചാർജ് ചെയ്യാൻ സാധിക്കും. ഈ റീചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, ചാറ്റ് എന്നതിൽ ലെയിൻ ഇന്ത്യ എന്ന ഒരു പ്രൊഫൈലിലൂടെയാണ്. നോക്കാം, ലെയിൻ ഇന്ത്യ. നിങ്ങൾ തുടർച്ചയായിട്ട് ദിവസം ഒരു സ്റ്റിക്കർ മാത്രം അയച്ചാൽ മതി. ഇത് ജസ്റ്റ് അവരുടെ ആപ്ലിക്കേഷൻ ആക്റ്റീവായിട്ടിരിക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു ഓഫറാണ്. അപ്പോൾ നമുക്ക് 30 രൂപ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ കൺഗ്രാജുലേഷൻ എന്നും പറഞ്ഞ് ഇങ്ങനെ ഒരു മെസ്സേജ് വരും. നമ്മളതിൽ സെലക്ട് ചെയ്യുക. തുടർന്ന് നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആദ്യം മൊബൈൽ നമ്പറും തുടർന്ന് നമ്മുടെ നെറ്റ്വർക്കും സെലക്ട് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ബട്ടൺ അമർത്തുക. ചില സമയത്ത് സെർവർ ബിസി ആണെങ്കിൽ ട്രൈ ആഫ്റ്റർ ടൈം എന്ന മെസ്സേജ് വരും. ഇല്ലെങ്കിൽ അപ്പോൾ തന്നെ റീചാർജ് ആവും. നോക്കുക, നമ്മുടെ ഫോൺ റീചാർജ് ആയി കഴിഞ്ഞു. ഇതുപോലെ നിങ്ങൾക്കും വളരെ എളുപ്പം റീചാർജ് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇത് ഇന്ത്യൻ യൂസേഴ്സിന് മാത്രമേ ഉള്ളൂ. ഗൾഫിലിരിക്കുന്നവർ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള ഒരു മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്തുകൊണ്ട് ഉപയോഗിക്കുക. ഇതിൽ വേറെ ഒന്നും നിങ്ങൾ പ്രത്യേകിച്ച് ചെയ്യേണ്ടതില്ല. ഫ്രണ്ട്സിനെയൊക്കെ ഇവിടെ ആഡ് ചെയ്യാം, ചാറ്റ് ചെയ്യാം. സ്വന്തം ഫേസ്ബുക്ക് പോലെ ഒരു ടൈം ലൈനും സ്വന്തമായിട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങളും ശ്രമിച്ചു നോക്കുക. ഫ്രണ്ട്സിനെയൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ നിന്നും ആഡ് ചെയ്യാൻ പറ്റും. പുതിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിൽ നിന്നും ക്രിയേറ്റ് ന്യൂ ഗ്രൂപ്പ് എന്നത് സെലക്ട് ചെയ്യുക. പിന്നെ നമുക്ക് നിങ്ങളുടെ ലെയിൻ യൂസർ ഐ ഡി ഇവിടെ അൺരജിസ്റ്റേർഡ് എന്നതിൽ പോയിട്ട് സെറ്റ് യുവർ ലെയിൻ ഐ ഡി എന്നതിൽ പോയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ക്യാൻ ബി യൂസ്ഡ്.
പിന്നെ നമുക്ക് ഷെയ്ക്ക് ചെയ്ത് ഫ്രണ്ട്സിനെ നേടാം. ഇൻവൈറ്റ് ചെയ്യാം, SMS, ഇതൊക്കെ നമുക്ക് ക്യാഷ് പോകും. നോക്കാം. അതുപോലെ നമുക്ക് യൂസർ ID ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് നമ്മുടെ ഫ്രണ്ടിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാൻ സാധിക്കും. ഏകദേശം ഫേസ്ബുക്കിൻ്റെ അതേ മെസ്സഞ്ചർ സംവിധാനം പോലെ തന്നെ, വാട്സാപ്പൊക്കെ പോലെ തന്നെ. ചൂസ് ഫോട്ടോ, അതായത് ഫോട്ടോ എടുത്ത് സെൻഡ് ചെയ്യാം. പിന്നെ ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്യാം, വീഡിയോ അപ്ലോഡ് ചെയ്യാം, വോയിസ് മെസ്സേജ് അയക്കാം. അങ്ങനെ കുറച്ച് ഓപ്ഷനുകളാണ് ഇതിൽ ഉള്ളത്. നമുക്ക് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പ്രത്യേകിച്ച് റീചാർജ് ചെയ്യാൻ ഉള്ള പരിപാടികൾ മാത്രം നോക്കിയാൽ മതി. ചുമ്മാ കിട്ടുന്ന പൈസ കളയണ്ട.